ഇന്നലത്തെ ലൈവ് നമ്മുടെ നൂറയും ഷാനവാസും അതുപോലെ തന്നെ ആദിലയും കൊണ്ടുപോയി. നല്ല അടിപൊളി രാത്രിയിലുള്ള നമ്മൾ ആഗ്രഹിച്ചിരുന്ന കണക്കുള്ള നല്ല അടിപൊളി കളിയായിരുന്നു കേട്ടോ. ഈ പാവാട വള്ളികളെല്ലാം അടിച്ചൊതുക്കി കളഞ്ഞു. കാരണം ഇത്ര ദിവസമായിട്ടും അവരെങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ വേറൊരു വേർഷനോ കുറച്ച് സ്റ്റാൻഡേർഡ് വേർഷൻ തിരിച്ചങ്ങോട്ട് കിടത്തി എല്ലാത്തിനെയും അടിച്ചവിടെ ഇരുത്തി. എന്താണെന്നല്ലേ എല്ലാം പറയാം, ലൈവ് കണ്ടവർക്കെല്ലാം അറിയാം. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി, തലവേദനയായിരുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓക്കെ, കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇന്നലെ രാത്രിയിലെന്ന് പറഞ്ഞാൽ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഈ ആര്യൻ ജിസേലിന് കുറേ പാത്രത്തിൽ കുറേ കോരിയിട്ടുണ്ട് പോകുന്നുണ്ടായിരുന്നു. അത് അനീഷുമായിട്ട് തന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിൽ തന്നെ കുറേ വഴക്കുണ്ടായി. അപ്പോൾ അതിനകത്ത് ഈ ശരത്ത് അപ്പോൾ പറഞ്ഞു ഇത് പിന്നെ ക്യാപ്റ്റൻ ഇടപെടണമെന്ന് പറഞ്ഞിട്ട് ശരത്ത് അവരുടെ പാവയല്ലേ, അവൻ എവിടെ നീ ഇവിടെ മിണ്ടായിരിക്കടാ എന്ന് പറഞ്ഞ് അനീഷിനെ അവിടെ ശാസിക്കുന്നുണ്ടായിരുന്നു. അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബോളിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോകണ്ട, എല്ലാവർക്കും കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. ഇന്നലെ ബിഗ് ബോസ് ആണല്ലോ ഫുഡ് കൊടുത്തിരിക്കുന്നത്, കാരണം എപ്പിസോഡല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം രാത്രിയിൽ അനിമോളുടെ സൈഡിൽ സാധനങ്ങൾ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ആര്യൻ ഈ അനിമോളെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആ ഒരു ചെരുപ്പ് വെക്കാനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഷാര്യൻ അനിമോളുടെ സൈഡിൽ കൊണ്ടുവന്ന് കുറേ ചെരുപ്പുകൾ വെച്ചു. അപ്പോൾ അനിമോൾ പറഞ്ഞു ഇങ്ങോട്ട് നീ മാറ്റി ചെയ്യുന്നു. അപ്പോൾ എനിക്കുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അപ്പം അനുമോൾ അത് നീക്കി അങ്ങോട്ട് മാറ്റി. അപ്പോഴത്തേക്ക് എന്നിട്ട് അവളുടെ ചെരുപ്പെടുത്ത് വെച്ചപ്പോൾ ഈ ആര്യൻ, അത് നിങ്ങളെ വ്യക്തമായിട്ട് കാണാം, ആര്യനാണ് ഒരു ചെരുപ്പെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടത്. എറിഞ്ഞ് തട്ടി അങ്ങോട്ട് ഇട്ട് എറിഞ്ഞത് സൈഡിലായിട്ട് അക്ബറിന്റെ കാലയിൽ കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അക്ബർ എന്തിനാണ് അവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് അക്ബർ വന്നത്. അപ്പൊ അക്ബറിന്റെ ദേഹത്ത് അത് തട്ടി എന്നും പറഞ്ഞിട്ട് അക്ബർ അനുമോളെ ആ ചെരുപ്പെടുത്ത് ഒറ്റയേറി. യഥാർത്ഥത്തിൽ അത് ആര്യനാണ് അങ്ങോട്ട് എറിഞ്ഞത്. അത് നമ്മൾ ലൈവിൽ കണ്ടവർക്കറിയാം, ആര്യനാണ് ആ ചെരുപ്പ് അനുമോളുടെ ചെരുപ്പെടുത്ത് അങ്ങോട്ട് ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷത്തേക്കും അനുമോളെ എടുത്തെറിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് പെട്ടെന്ന് വന്നു. അതുവരെ ഷാനവാസ് വന്നില്ലായിരുന്നു. ഷാനവാസ് വന്നിട്ട് ചോദിച്ചു അതെന്തിനാണ് നിന്റെ സ്ഥലത്തോട്ട് പോയി നീ എന്തോ അവിടെ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് ഷാനവാസ് ഇടപെട്ടപ്പോഴത്തേക്കും കുറേ നേരത്തേക്ക് ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ അനുമോളും പിന്നെ ആര്യനും കൂടി കുറേ പ്രശ്നങ്ങൾ നടന്ന് അനുമോൾ ഇങ്ങനെ നടന്നു പോയ സമയത്ത് അവനിങ്ങനെ കുനിഞ്ഞു നിൽക്കുമായിരുന്നു. അവൻ്റെ കയ്യിലോ ദേഹത്തോ അങ്ങനെ തട്ടിയെന്നും പറഞ്ഞ് അവനൊരു ചവിട്ടി അനുമോളെ. ഈ ചവിട്ടിയപ്പോഴും ആരും അനുമോള് പിന്നെ നീ എന്തിനാടാ എന്നെ ചവിട്ടെന്ന് ചോദിച്ചപ്പോൾ നീ എന്തിനാണ് ചവിട്ടിയെന്നുള്ളത് തിരിച്ചു മറിച്ചിട്ട് അതങ്ങനെ പ്രശ്നമായി അവിടെ കിടക്കുമായിരുന്നു. അപ്പാനി അതിനകത്ത് ഇടപെട്ടില്ല. അപ്പം അപ്പാനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഇവൻ ഉണ്ടല്ലോ അനീഷ് പറഞ്ഞു, പിന്നെ ബിഗ് ബോസിനോട് ക്യാമറയിൽ പറഞ്ഞു ഇതാരാണ് ഇതിനകത്ത് തെറ്റ് ചെയ്തൊന്നും ഞങ്ങൾക്ക് അറിയാനായിട്ട് ഇതുണ്ട്, ഇതെന്താണെന്നുള്ള അനുമോള് പറയുന്നത് സത്യമാണോ, അനുമോള് കള്ളമാണ് പറയുന്നത്, മറ്റൊരു കള്ളമാണോ പറയുന്നത് അറിയണമെന്ന് അനീഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അനുമോള് പുറത്ത് വന്ന് ഷാനവാസിനോട് പറഞ്ഞു ഇവരോട് ആദില നൂറയോട് പറഞ്ഞു. ആദില നൂറ ഇത് കണ്ടോണ്ടിരിക്കുമായിരുന്നു, ഈ ചവിട്ടുന്നത് ചവിട്ടിയതല്ല എന്നുള്ളത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും പിന്നെ ഇവന്മാര് പിന്നെ ഗിസേലിന്റെ കൂടെ പിന്നെ ജിസേൽ അമ്മായിയും ആര്യനും അതുപോലെ തന്നെ അക്ബർ, അപ്പാനി, ശരത്ത്, റെന, ബിന്നി ഇവരെല്ലാം ഒരു ടീമാണല്ലോ. അപ്പൊ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് എതിർക്കുവാണ്. അപ്പൊ അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അടി വന്നല്ലോ, ഈ ഒരു എറി വന്നപ്പോൾ ഷാനവാസ് വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഷാനവാസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസും അക്ബറും തമ്മിലൊരു ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ഫൈറ്റ്. നീ അവളുടെ മൂഡ് താങ്ങിക്കോ എന്ന് അക്ബർ വിളിച്ചു പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതായി. അനീഷ് അതിന്റെ ഇടയ്ക്ക് കയറിയപ്പോൾ അക്ബർ പറഞ്ഞു നീ പോടാ, നീ ആരടാ ഇവിടെ സംസാരിക്കുന്നത് വെച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞു അവന് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇട്ടും ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ വക്കിൽ വരുത്തി. പക്ഷെ രണ്ടുപേരും കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് അത് ചെയ്തത്. കാരണം കൈ കൊണ്ട് അടിച്ചെന്ന് ഷാനവാസ് നെഞ്ചുകൊണ്ട് തട്ടി. അക്ബർ ആദ്യം തട്ടി, ഷാനവാസ് പിന്നീട് 2 പ്രാവശ്യം അങ്ങോട്ട് തട്ടി നീ എന്തോ ചെയ്യൂടാ. സത്യമായിട്ട് പറഞ്ഞാൽ ഷാനവാസ് ഇപ്പോഴാണ് ഷാനവാസിനെ നമ്മൾ ആഗ്രഹിച്ച കണക്കുള്ള ഒരു ഷാനവാസ് ആയത്. കാരണം ഷാനവാസ് വന്നപ്പോൾ നമുക്കെല്ലാം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസ് ഇപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച കണക്കുള്ളൊരു വ്യക്തിയായി ഒരു ഹൈപ്പിലേക്ക് ഓക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഇതുമാണ് വേണ്ടത്. നമ്മളൊരു പെൺകുട്ടികളെ കൂട്ടമായിട്ട് ആക്രമിക്കുമ്പോൾ, ഇവന്മാരിൽ നിന്ന് ചെന്നായി കൂട്ടങ്ങളെ പോലെ ആക്രമിക്കുമ്പോൾ അതിന് തിരിച്ച് പറയാൻ ഒരു ആണൊരുത്തൻ വരണം. അത് പ്രധാനമാണ്. കാരണം കൂടുതലും ആണുങ്ങളാണ് ചേർന്നൊരു പെണ്ണിനെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ എന്തായാലും ഷാനവാസ് ഭയങ്കര കൽപ്പനയായി. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസിന് മനസ്സിലായി കൈവിട്ട് പോയെന്ന്. അത് കണക്ക് ആദിലനോട് അപ്പോഴേ ഈ ശരത്ത് വന്നപ്പം ആദില ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചു. സത്യമല്ലേ? ആ ചോദ്യം കറക്റ്റാണ്. കാരണം അവൻ ഇത്ര നേരം അവിടെ ഇരുന്ന് രസിച്ച് കളിച്ച് കണ്ടപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവൻ എപ്പോഴും ഓടി എന്തിനാണ് വരുന്നത് അല്ല എൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആദില ചോദിച്ചപ്പോൾ ആദില ഒരു തെറിയാണ് വിളിച്ചത് കേട്ടോ. ഭയങ്കര ഒരു തെറിയാണ് വിളിച്ചത്. തെറി വിളിച്ചപ്പോഴത്തേക്ക് ആദില ഒട്ടും കളിച്ചില്ല. ആദില ആ തെറി തന്നെ അവനെ തിരിച്ച് പുറമെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്.
പറഞ്ഞുകൊണ്ടിരുന്ന നൂറ അത് കേട്ടോണ്ടാണ് വരുന്നത്. അപ്പം നൂറാക്ക് മനസ്സിലായി. നൂറ നല്ല ശരിക്കും അങ്ങ് കൊടുത്ത് ഈ ഗൈസ് അത് പറയാൻ വാക്കുകളിൽ ഇതായിരിക്കണം പെണ്ണ്, ഇതായിരിക്കണം പെണ്ണ്. അവരെ സത്യം പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് കണക്കാണ് മക്കളെ വളർത്തേണ്ടത്. അവരുടെ സ്റ്റാൻഡേർഡിനുള്ളിൽ നിന്നുകൊണ്ട് പറയാനുള്ളത് ഏത് മറ്റേ മോൻ്റെ മുഖത്ത് നോക്കിയാലും പറയണം. ഈ കണ്ണീര് ഒലിപ്പിച്ച് മൂക്കും പിഴിഞ്ഞ് നടക്കുന്നതല്ല കറക്റ്റ്. പിന്നെ അനിമോളെ ഞാൻ അതിന് കുറ്റം പറഞ്ഞില്ല, കാരണം എല്ലാവരും കൂടി അവളെ ചെന്നാക്കൂട്ടം പോലെ ആക്രമിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് അത്രയ്ക്കൊരു മെൻ്റൽ പവർ കുറവാണ്. അത് പറയാനറിയാം, പക്ഷെ അത്രയ്ക്കൊരു സ്ട്രോങ്നെസ് കുറവാണ്. കാരണം അവൾക്ക് അവസാനം സങ്കടം വരും. ആ സങ്കടം മാറ്റി വെക്കണം. അവിടെ നൂറ കളിച്ചതാണ് കളി. കാരണം നമ്മൾ ഇവന്മാരുടെ ഒന്നും ആരുമല്ല, നമ്മളൊരു ഗെയിം കളിക്കാനാണ്. നമ്മളവിടെ 100 ദിവസം നിന്ന് നമ്മൾ വിന്നർ ആവാൻ വേണ്ടി വന്നതാണ്. അറ്റ്ലീസ്റ്റ് ഫൈനലെങ്കിലും ആവണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ ഇവരുടെ സെൻറ്റി എന്തിനാണ് നോക്കുന്നത്? നമുക്ക് പറയാനുള്ളത് വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു തന്നെ ആവണം. എന്തിനാണ് നമ്മൾ പിന്നെ അവിടെ കരയുന്നത്? അങ്ങനെ എന്തായാലും ഫയറായിട്ട് ഗായ്സ് എനിക്കത് വർണ്ണിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തേനെ. കാരണം അത്ര ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ആദില നൂറ സംസാരിക്കില്ലെന്നും പറഞ്ഞ് നോമിനേഷൻ വിട്ട ആൾക്കാർ ഇപ്പം നൂറ സംസാരിക്കല്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അയ്യോ നൂറ മിണ്ടരുതേ അടിപൊളി. നൂറ ആദില ഇപ്പം ആദില നൂറ എന്നുള്ളത് നൂറ ആദിലേക്ക് എന്ന് പറഞ്ഞാൽ ആദില മോശമൊന്നുമല്ല. ആദില കുറച്ചുകൂടി മെച്ചുവേർഡാണ് കേട്ടോ. നൂറ എല്ലാം പറയും, പക്ഷെ അതിൽ നൂറയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വിളിച്ചു. ഇവരെ രണ്ടിനെയും, അക്ബറിനെയും ഷാനവാസിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്, നിങ്ങൾക്ക് ഗെയിമിൻ്റെ റൂൾ അറിയില്ല, അത് ചെയ്യരുത്, നിങ്ങൾ സമാധാനമായിട്ട് വിട്ടിരിക്കാൻ പറഞ്ഞു. ലിവിങ് ഏരിയയിൽ ലൈറ്റ് അങ്ങ് ഇട്ടു. ലൈറ്റ് ഇട്ടിട്ട് പറഞ്ഞു, ലിവിങ്ങിൽ ഇപ്പോൾ ഹൗസിലിപ്പോൾ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്, എപ്പോൾ ശാന്തമാവുന്നു അപ്പോഴേ ഇതാവത്തോളം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഭയങ്കര കൺഫെഷൻ റൂമിലോട്ട് പോയപ്പോൾ തന്നെ നൂറ നല്ല വീണ്ടും ശരത്തിൻ്റെ നേരെ പോയി. താൻ എന്തെടുത്ത് വിളിച്ച് താനാ വിളിക്കടോ എന്നെ വിളിക്കടോ. എൻ്റെ ദൈവമേ, ഒരു 1.5 ഫയറായിരുന്നു. ഇവനൊന്നും ഒരു അക്ഷരം പറയാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ ചീവീടുണ്ടല്ലോ, ചീവീടിനെ എടുത്ത് പൊരിച്ച് ഗൈസ്. ആ ചീവീട് പാവ അനിമോളെ എന്ത് വാരം അവൾ ചെയ്തത്, അവളെ ശരിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി വന്ന പാർട്ണറാന്നുള്ള രീതിയിൽ ചീവീട് റന കളിയാക്കിയത് നൂറ എങ്ങ് ഇറങ്ങി. നിന്റെ പാർട്ണറെ നിനക്ക് കൊണ്ടുവരാൻ കഴിവില്ലെന്നുണ്ട്, അവന് പല്ല് കിളിപ്പ് വിട്ട് ആ ഒരുത്തരമുള്ള ഒരുത്തനല്ലേ, അവനെ കൊണ്ടുവന്നാൽ എന്താവുമെന്ന് വിചാരിച്ച് നിനക്കതിന് കഴിവില്ല, അതിന് കേപ്പബിൾ അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിവുണ്ടായതാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും കൊടുത്തു. ശരിക്കെന്ന് പറഞ്ഞാൽ ഇവര് എങ്ങനെയാണോ വളരെ മോശമായ പദം ഉപയോഗിച്ചിട്ടാണ് അനിമോളെ ബുള്ളിങ് ചെയ്തത്, അതിൻ്റെയൊക്കെ അങ്ങേയറ്റം എക്സ്ട്രീം ലെവൽ, തിരിച്ച് പറയാൻ കഴിയാത്ത രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് വെച്ച് കീറി കൊടുത്തു മക്കളെ. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ ഞാൻ രോമാഞ്ചപ്പെട്ടു. ഞാനാണെങ്കിൽ 2-3 മണി വരെ ഇങ്ങനെ ഉറങ്ങാതെ കുത്തിയത്. എനിക്ക് ഉറക്കം ആദ്യം ഇവർ കളിച്ചു കഴിഞ്ഞ് വന്ന് കുറച്ചൊരു പ്രശ്നം ഞാൻ വെച്ചിനി എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരിക്കും. കാരണം ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറേ വഴക്കൊക്കെ കേട്ടല്ലോ അനിമോക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലൊക്കെ ഞാൻ പിന്നെ രാത്രിയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എന്നാലും എനിക്ക് ഉറക്കം വരുന്നില്ല, ഒരു വിഷമം. കാരണം അത്രമാത്രം പിന്നെ നമ്മൾ ലാലേട്ടൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. ലാലേട്ടൻ അമേരിക്കയിലാണ്. അപ്പോൾ ലാലേട്ടൻ അവിടുന്ന് പരിമിതമായ സമയം കിട്ടിയതനുസരിച്ച് ഇവർ ബിഗ് ബോസുകാർ അയച്ചു കൊടുത്ത ക്ലിപ്പിംഗ്സ് അനുസരിച്ചോ അവരുടെ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ചോ ആയിരിക്കും ലാലേട്ടൻ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ലാലേട്ടൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇത് സമാധാനപ്പെട്ട് ഞാനിങ്ങനെ വീഡിയോ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ലൈവ് നോക്കിക്കൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ കാൾപോൾ 650 കഴിച്ചിട്ടും ഞാൻ ഇട്ടിരിക്കും. എന്നിട്ട് ഈ കാൾപോൾ കഴിച്ചാൽ നമ്മൾ ഉറങ്ങണം, അങ്ങനെയാണ്. എന്നാലും എനിക്ക് തലവേദന പറഞ്ഞു. ഞാൻ എന്നിട്ട് 3 മണി വരെ ഇങ്ങനെ ഇരുന്ന് ആ ഒരു 1:30 കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ചവിട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഈ പെണ്ണിനോട് ചെന്ന് ഒരു 10 പ്രാവശ്യം ഷാനവാസ് പറഞ്ഞു, നീ പോയി ബിഗ് ബോസിനോട് പറ. അപ്പോൾ ഞാൻ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ. അനിമോള് പറയാം, ഇനി ഞാനായിട്ട് വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കണോ ഷാനവാസിക്ക. പക്ഷേ അവളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവളെ അത്രമാത്രം ലാലേട്ടൻ ചീത്ത പറഞ്ഞു എന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ട്. ഇനി അനിമോളെ നിനക്ക് എന്താണ് പ്രോബ്ലം, അനിമോക്ക് എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചതുകൊണ്ട് അവൾക്ക് വീണ്ടും പേടി, ഒരു ടെൻഷൻ. ഇനി വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാക്കി അവൻ എന്തെങ്കിലും പ്രശ്നമാകുമോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചിട്ട് ക്യാമറയിൽ ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ പോയപ്പോൾ അവനെ തട്ടി. അപ്പോൾ ആരും വിചാരിച്ച് കാണും ഞാൻ അവനെ വല്ലതും ചെയ്തതാണെന്ന്. അപ്പോൾ അവൻ എന്നെ കാലിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചവിട്ടി എന്നൊക്കെ പറഞ്ഞു, ക്യാമറയിൽ ചെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു, ഇവർക്ക് നല്ലവണ്ണം പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അനിമോളെയും ചീത്തയും വിളിച്ച് ഇവിടെ ഇരിക്കുവായിരുന്നു. ഈ കൊച്ചിനെ എന്താ, ഈ കൊച്ചി ഇങ്ങനെ ആയിപ്പോ എന്താ. കാരണം നൂറെ അതിലേയും പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഷാനവാസോ നൂറെ അതിലേ പോയി കൂടെ ചെന്നിട്ട് നല്ലോണം പറയിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. അങ്ങനെ കൂടി ചെയ്തെങ്കിൽ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്തേനെ. എനിക്കപ്പോൾ തോന്നിയത് അതാണ്, നൂറയോ അതിലെയോ ആരെങ്കിലും ഒന്ന് ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, കൂടെ ചെന്നാൽ മതിയായിരുന്നു. അവൾ ചോദിച്ചു ഒന്ന് വരുമോന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു നിന്റെ കാര്യം നീ തന്നെ പോയി പറയണം. അതവരെ ഒരു ധൈര്യപ്പെടുത്തി മെച്ചുവേർഡാക്കി
കാരണം കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആദിലയും നൂറെ അങ്ങനെ ചെയ്തത്, ഷാനവാസും. അപ്പോൾ പക്ഷേ ഷാനവാസും ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് പോയെങ്കിൽ അവൾ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞേനെ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് ഈ ഒരു സംഭവങ്ങൾ. എന്തായാലും നൂറ കലക്കി. എന്നിട്ട് റെനയെ അടിച്ച് കയറ്റി ശരിക്ക് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് റെന ബാത്റൂമിൽ പോയി കരഞ്ഞു ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾ കരയുമ്പോൾ അത് പെണ്ണായാലും ആണെങ്കിലും എനിക്ക് സങ്കടമാണ്. ഞാൻ അവർ ആര് കരഞ്ഞാലും ഞാനാണെങ്കിൽ ഡോക്ടർ റോബിൻ നമ്മുടെ റോബിൻ കരഞ്ഞപ്പം ആ എപ്പിസോഡ് മുഴുവൻ കരഞ്ഞെൻ്റെ കണ്ണീര് പറ്റിയ ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു റിവ്യൂവും പറഞ്ഞിട്ടില്ല, അന്ന് ഞാൻ റിവ്യൂ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ലൈവ് മുഴുവൻ ഉറങ്ങാതിരുന്ന് ലൈവ് കണ്ട് ഞാൻ എന്തോരം കരഞ്ഞെന്നറിയും. സത്യം പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ പോലെ, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ പോലെ ഞാൻ ഇത്രയും കരഞ്ഞുവെന്ന് അത് സംശയമാണ് കേട്ടോ. കാരണം കണ്ടിന്യൂസ്ലി 70 ദിവസവും ഞാനൊരു 30 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് 40 ദിവസം അച്ഛനും അമ്മയൊക്കെ മരിച്ചാൽ നമ്മളൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ കരച്ചിൽ മാറി. പിന്നെ വല്ലപ്പോഴും ആലോചിക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ഞാൻ ഓഫീസിൽ പോവാതെ ഇങ്ങനെ ഇരുന്ന് ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞാൻ എപ്പോഴും കരയുമായിരുന്നു. അതേപോലെ ഞാൻ പക്ഷെ അപ്പം നമുക്ക് സങ്കടമാണ്, ആരെങ്കിലും ഒന്ന് കരഞ്ഞാലൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ണിൽ കൂടെ കണ്ണീര് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന കരഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അവളെ കരയിച്ച് അത് വേണം. ഇതേ കണക്കൊരു പെങ്കൊച്ച് കുറേ ദിവസമായിട്ട് അവിടെ വേദന സഹിക്കാൻ വയ്യാഞ്ഞ് ലാസ്റ്റ് ദൈവത്തെ സമർപ്പിച്ച് അവൾ കരഞ്ഞപ്പോൾ ഇവരെല്ലാം അങ്ങ് കണ്ണീര് അവളെ അങ്ങ് നാടക നടിയാക്കി, അവളെ മറ്റേ നടിയാക്കി. നാടക നടി എന്ന മോശമാണ്. അപ്പോൾ അങ്ങനെയാക്കി. അപ്പോൾ റെനയെന്ന് പറയുന്നവളെ നൂറ കരയിച്ച് ഗൈസ്. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. കാരണം അവൾ മനസ്സിലാക്കണം ഒരാളിൻ്റെ വേദന. ഒരാളിനെ പറയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ. അവ എന്തോ ഗെയിം ആവട്ടെ, ഗെയിമിൻ്റെ രീതിയിലുണ്ട്. പക്ഷേ അത് വളരെ മോശമായ പദം, പട്ടിയുടെ മുഖമുള്ളവളെ പട്ടിയുടെ പാത്രം കഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് അത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അവർ ചൈനയിൽ ഒരു വാക്കുണ്ടാക്കി ആ ചൈനയിൽ തെറി പിടിച്ച് അവൾ ജയിലിൽ കിടക്കുമ്പം അവൾ എവിടെ നിന്നപ്പോഴല്ലോ ജയിലിലൊരു ജയിൽ ശിക്ഷയായിട്ട് ഇവർ കൊടുത്തിട്ട് ആ ജയിലിൽ കിടക്കുമ്പോഴാണ് പറയുന്നത്. ഒരു ഈച്ചയും അതും ഇതും ഒക്കെ ഉള്ളൊരു ജയിലിൽ തറയിൽ കിടക്കുകയാണ്. അത് മനസ്സിലാക്കണം. കഞ്ഞിയും കുടിച്ച് അവർ തറയിൽ കിടക്കുന്ന അവർ ടാസ്ക് ചെയ്യണം. ഒരു 2-2.5 മണി വരെ ടാസ്ക് ചെയ്തത്. ആ ടാസ്ക് ചെയ്യുന്ന ആ പിള്ളേരെ ആ പെണ്ണിനെ അവിടെയും ചെന്ന് തെറി പറയുമെന്ന് വളരെ മോശമായിട്ട്. അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി എത്ര വലിയ വിശുദ്ധയാണ് പുറത്തോട്ട് ഇറങ്ങി വന്നാൽ പോലും ഇതിനൊക്കെ ജീവിതമില്ല. ലാലേട്ടൻ പറഞ്ഞിട്ടില്ല പുറത്ത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. അതെന്താണ് മനസ്സിലാകാത്തത്? ഇവരെന്താണ് അവനെ ഉള്ളിൽ പോയി എന്താണ് അവർ വിചാരിക്കുന്നത്? എനിക്ക് ഇപ്പോഴും പിടി കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും റെനയെ കരയിപ്പിച്ചതിൻ്റെ സന്തോഷമാണ്. കാരണം ഒരു നിമിഷമെങ്കിലും മനസ്സിലാക്കണം എന്താണ് സംഭവം, എന്താണ് നമ്മളൊരാളെ അങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ ഞാൻ പറഞ്ഞു എല്ലാം ഇപ്പോൾ ഇവിടെയാണ്, സ്പോട്ടിൽ കൊടുക്കും. നല്ലാണ്ട് പണ്ട് ചത്ത് ചെല്ലുമ്പോൾ നമ്മൾ മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ പോയി ഗൈസ്. ഇന്നിപ്പോൾ എല്ലാം ഇവിടെയാണ്. നമുക്ക് ഇവിടെ നിന്ന് അനുഭവിച്ച് തന്നെ പോകാൻ പറ്റൂ. നമ്മളല്ലാണ്ട് നാളെ കിട്ടുമെന്നൊന്നുമില്ല. എല്ലാം ഇപ്പം അപ്പോഴപ്പോഴും അറ്റ് ദ മൊമെന്റ് ഇന്ന് ചെയ്യുന്നത് കുറച്ച് നിമിഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ കൊള്ളാം. നമ്മളിത് പേഴ്സണലായിട്ട് എടുക്കുന്നില്ല. ഇതൊരു ഗെയിം ആണെങ്കിൽ പോലും ഒരു പെണ്ണാണ്, അവളൊരു പെണ്ണാണ്. അവൾ തീർച്ചയായിട്ടും അവളൊരു സെൻറ്റിയുള്ളൊരു പെണ്ണാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. അവളെ വഴിക്ക് വിടുക. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ വഴിക്ക് വിടുക. അതെനിക്ക് ഈ അപ്പാനെയും ഭയങ്കര തെറിവിളിക്കാരനാണ്. അവൻ്റെ പെണ്ണുമ്പോൾ പറഞ്ഞ് പെട്ടി പാക്ക് ചെയ്യുമ്പോഴേ ചേട്ടാ നിങ്ങൾ തെറി വിളിക്കല്ലേ എന്ന്. അവൻ തെറിവിളിക്കാരനാണ്. അവൻ്റെ തെറിവിൻ്റെ വീട്ടിൽ വെച്ചാൽ അവന് അപ്പുറത്തെ തെറി കേൾക്കുമെന്ന് മനസ്സിലാക്കണം. അതാണ് പിന്നീട് രസം. എന്തായാലും ആദിലാണ് ഉറക്കാലക്കി അവർ ഇതേപോലെ തന്നെ ഗെയിം കളിച്ച് മുന്നേറണമെന്ന് തന്നെയാണ്. അവർ ഫൈനൽ 5 ഞാൻ ആദ്യം തന്നെ പറയണം, അവർ ഫൈനൽ 5 ഉറപ്പായിട്ടും വരും. അത് എൻ്റെ ഒരു തോന്നലാണ്. അത് അനിമോള് പറയുന്ന കണക്ക് നമുക്കൊരു വിശ്വാസവും ഒരു തോന്നലൊക്കെ ഉണ്ടല്ലോ ഇന്ന സംഭവിക്കുന്നു. അതുപോലെ തന്നെ അവർ ഫൈനൽ 5 എന്ന് ഉറപ്പാണ്. പിന്നെ നമ്മുടെ വൈൽഡ് കാർഡ് കയറുമ്പോൾ കളി എങ്ങനെയാണ്, ഏത് ഗതിയിലേക്ക് പോകുന്നത്, ഇനി ഏത് വൈൽഡ് കാർഡ് വന്നാലും 100 എടുത്ത് നടക്കത്തില്ല. ഒരു കളിയും 100 നടക്കത്തില്ല. 100 സ്ട്രോങ് ആണ്. അതേപോലെ ഷാനവാസ് ഇതുപോലെ തന്നെ കളിച്ചു പോകുക, അനീഷും കളിച്ചു പോകുക, അനുമോളും കളിച്ചു. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. ഈ 4 പേര് ഫൈനൽ 5 വരട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കളിച്ച് കയറുന്ന ആൾക്കാരെല്ലാം കയറി വരട്ടെ. എത്രയും മാത്രമേ ഉള്ളൂ പറയാൻ പറ്റൂ. പിന്നെ നമുക്ക് കുറേ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്ത് രേണുസുതിയൊക്കെ അവിടെ പേന് കൊന്നിട്ട് ഇപ്പോൾ ലൈവിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് BB+ ഇങ്ങനെ പേൻ എടുത്തിട്ട് ഇങ്ങനെ കൊല്ലുന്നത് വരെ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ പിടിച്ച് കൊല്ലുന്നു. ഇതൊക്കെ എന്തോന്നിത്? ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഒന്നിലെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിനെ പുറത്തേക്ക് പോകണം. കാരണം ഇതൊക്കെ ഭയങ്കര വൃത്തികളാണ്. നമ്മളിത് നാഷണൽ TV ഷോയാണ്, അതാദ്യം മനസ്സിലാക്കി. ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ ആണ്. ഇതിനകത്തൊക്കെ പേൻ പറക്കി ഇങ്ങനെ പേൻ ഇങ്ങനെ എടുക്കുന്നു. പേൻ എടുത്തിട്ട് ഇങ്ങനെ കൊല്ലുന്നു. അത് ഞാനൊരു വീഡിയോ
വീഡിയോയുടെ എൻ്റെ ക്ലിപ്പിങ്സ് എല്ലാം എടുത്ത് വെച്ചത്. ഇനി രേണുവിൻ്റെ ആൾക്കാരെല്ലാം വന്ന് എന്നെ തെറി വിളിയായിരിക്കും, എന്നാലും വേണ്ടില്ല, എനിക്കതൊരു വീഡിയോ ഇട്ടേ പറ്റും. കാരണം അത് മോശമാണ്. ഇനിയെങ്കിലും ഉള്ള കണ്ടസ്റ്റൻറ്റ് പോകുന്നവരായാലും ആ ഒരു വൃത്തി നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും പിന്നെ ഇപ്പോൾ വന്നിരുന്ന ലിവിങ് ഏരിയയിലെ ആ സോഫയിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്നത് അത് പിടിക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഓഡിയൻസ് കാണാൻ, നമ്മുടെ പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് വോട്ട് തരണേന്നൊക്കെ പറയണേ, എനിക്ക് വോട്ട് പിടിക്കാണ് വിട്ടിരുന്നത്. അപ്പോഴും ഈ പേന എടുത്തു വെച്ച് കൊല്ലുന്നു അവിടെ. ഞാനിപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സ് ഇട്ട് ഞാനൊരു വീഡിയോ ഇടാം ഗൈസ്. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.